ആദ്യത്തെ പ്രബന്ധത്തിൻ്റെ വിഷയം ഗുരുവിൻ്റെ അദ്വൈത ദർശനം. ഗുരു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപരമ്പരയെ വന്ദിക്കുന്നു. ആശ്രമ ബന്ധുക്കൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രോതാക്കളായി എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഗുരുവിൻ്റെ അദ്വൈത ദർശനം എന്ന വിഷയമാണ് ഞാനിവിടെ സംസാരിക്കേണ്ടത്. കുറേ നാളുകൾക്ക് ശേഷം കാലടി എന്ന പുണ്യമായ സ്ഥലത്ത് പഠിച്ചൊക്കെ പോയതിന് ശേഷം ഈ നാട്ടിലേക്ക് കാലുകുത്തിയപ്പോൾ വല്ലാത്ത ഒരു വൈബ്രേഷൻ. ഞാനിന്ന് പറയേണ്ട വിഷയവും അദ്വൈത ദർശനം എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നു, അദ്വൈത ദർശനം പ്രസംഗിക്കേണ്ട വിഷയമല്ല എന്നും അത് ആനുഭൂതികമായി അറിഞ്ഞ ഋഷിമാരുടെ അനുഭവമാണ് എന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുന്നത്. ഭാരതത്തിലെ അദ്വൈത ദർശനത്തെ വ്യവസ്ഥാപനം ചെയ്തത് ശങ്കര ഭഗവത്പാദനാണ്. ശങ്കര ദർശനം കേട്ട് പഠിച്ചു ജീവിതത്തിലേക്ക് കടന്നു വന്ന, അല്ലെങ്കിൽ ദാർശനിക തലത്തിലേക്ക്, ആധ്യാത്മിക തലത്തിലേക്ക് കടന്നു വന്ന ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനവും കൂടി എനിക്ക് എൻ്റെ വഴിയും വഴികാട്ടിയുമായി. ഏതായാലും ഇന്ന് ഈ പുണ്യമായ ആശ്രമ സങ്കേതത്തിൽ നിൽക്കുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി എന്നിലേക്ക് കടന്നു വരികയാണ്. എൻ്റെ സഹപാഠിയെങ്കിലും ഗുരുസ്ഥാനീയനായി എന്നെ ആധ്യാത്മികതയിലേക്ക് നയിച്ച പ്രൊഫസർ നടേശൻ മാഷിൻ്റെ മുമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രഭാഷണം നടത്തുന്നത്. ഞങ്ങൾ മത്സരിച്ച് പഠിച്ചവരാണ്, ഡിഗ്രി ക്ലാസ്സിലൊക്കെ BEd ക്ലാസ്സിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷെ പിന്നീട് സഹപാഠി തന്നെ എൻ്റെ ഗുരുവായിട്ട് വന്നു, എൻ്റെ ശരിയായ ഗുരുവിനെ കാണിച്ചു തന്നു. ആ ഗുരുക്കന്മാരിലൂടെ എന്നെ നടത്തി. മാഷക്ക് എൻ്റെ പാദ നമസ്കാരം കൊടുക്കുന്നു. പറഞ്ഞു വന്നത്, അദ്വൈത ദർശനം വ്യവസ്ഥാപനം ചെയ്തത് ശങ്കര ഭഗവത്പാദരാണ്. അതേ നാട്ടിൽ തന്നെ അവതരിച്ച ശ്രീനാരായണ ഗുരുദേവനും പിന്തുടർന്നത് ആ ഗുരു പരമ്പരയെ തന്നെയായിരുന്നു. മനുഷ്യനും തമ്മിൽ നീതിപൂർവകമായ ഒരു ബന്ധം ഉണ്ടായിരിക്കണമെന്ന് ശ്രീനാരായണ ഗുരുവിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരു പറഞ്ഞു, നരനും തമ്മിൽ സാഹോദര്യം ഉദിക്കണം, അതിന് വിപരീതമായതെല്ലാം ഇല്ലാതെയാവണം എന്ന് ഗുരു പറഞ്ഞു. അപ്പോൾ അദ്വൈത ദർശനത്തിൽ നമ്മൾ അറിയേണ്ടത് ആത്മനിഷ്ഠമായ തത്വങ്ങൾ മാത്രമല്ല, മാനുഷിക മൂല്യങ്ങളായ സമത്വം, നീതി, സാഹോദര്യം തുടങ്ങിയവയുമെല്ലാം അദ്വൈത ദർശനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നുള്ളതാണ്.
നമ്മുടെയൊക്കെ ഈ ഭൂമിയിലെ ജീവിതം ശാന്തമാണോ എന്ന് ചോദിച്ചാൽ ഒട്ടുമേ അല്ല. കാരണം നമ്മൾ അശാന്തിയുടെ ഒരു കാലഘട്ടത്തിലേക്കാണ് നടന്നു നീങ്ങുന്നത്. എവിടെ നോക്കിയാലും നന്മയുടെ വർത്തമാനങ്ങൾ കേൾക്കാനില്ല. കേൾക്കുന്നതും പറയുന്നതും എല്ലാം ദുഃഖത്തിൻ്റെ വാർത്തകൾ മാത്രമാണ്. ഒരുപക്ഷെ ഈ ഭൂമിയുടെ നീരുറവകൾ വറ്റിപ്പോകുന്നത് പോലെ തന്നെ മനുഷ്യ മനസ്സിൽ നിന്ന് സ്നേഹത്തിൻ്റെയും കരുണയുടെയും അനുകമ്പയുടെയും എല്ലാം ആ നീരുറവകൾ വറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ ഈശ്വരാനുഗ്രഹത്തിൻ്റെ വെളിച്ചത്തെ മനുഷ്യ മനസ്സുകളിലേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. ഗുരു നമ്മളോട് പറഞ്ഞു, യഥാ ആത്മവിദ്യാ സങ്കോചക തഥാ അവിദ്യ ഭയങ്കരം നാമരൂപാത്മന അത്യർത്ഥം വിഭാതീഹ പിശാചവത്. എപ്പോഴാണോ ആത്മവിദ്യയ്ക്ക് സങ്കോചമുണ്ടാകുന്നത്, അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിരുട്ടാകുന്നു. അപ്പോൾ നാം ജീവിക്കുന്ന ഈ ഭൂമിയും നാം കാണുന്നവരും നമുക്കൊരു ഭയാനകമായ ഒരു കാഴ്ച നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ അജ്ഞാനം ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു. അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ: ആധ്യാത്മികമായ ജീവിതം, ആധ്യാത്മിക നിഷ്ഠയിൽ അധിഷ്ഠിതമായ ഒരു ഭൗതിക ജീവിതത്തിലേക്ക് നാം നടന്നെടുക്കേണ്ടതുണ്ട്. ഗുരുവിൻ്റെ അദ്വൈത ദർശനത്തിലേക്ക് കടക്കുമ്പോൾ അതായത് ഗുരു നടത്തിയ വിഗ്രഹ പ്രതിഷ്ഠകളാണെങ്കിലും അതുപോലെ തന്നെ ജാതിക്കെതിരെയുള്ള ഗുരുവിൻ്റെ സന്ദേശങ്ങളാണെങ്കിലും എല്ലാം ഈ അദ്വൈതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു. ആദ്യം നമുക്കറിയാം, ഇന്ന് സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികം, അതിൻ്റെ മാറ്റൊലി ലോകം മുഴുവൻ, അതിൻ്റെ കാഹളം മുഴുവൻ ഒരു കാലഘട്ടവും കൂടിയാണല്ലോ. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏറ്റവും നമ്മളിലേക്ക് സന്തോഷം ഉളവാക്കിക്കൊണ്ട് ആഗോള ക്രൈസ്തവ സഭയുടെ ആസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്, മുഴങ്ങിക്കേട്ടത് ഗുരുദേവ ഭക്തരായ നമ്മളെയൊക്കെ ഒത്തിരി സന്തോഷിപ്പിച്ചു. അപ്പോൾ ഗുരുവിൻ്റെ സർവമത സമ്മേളനവും ജാതിമത ചിന്തകളെക്കുറിച്ചുള്ള ആ സന്ദേശങ്ങളെല്ലാം തന്നെ നമ്മൾ അദ്വൈതത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു. അതായത് ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന് ആ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം ആ പച്ചില ചാറുകൊണ്ട് ആ പരുത്ത പാറയിലേക്ക് ഗുരു കോറിയിട്ട വാക്ക്, അതിന്ന് എന്താ പറയുക, സപ്തസാഗരങ്ങളും കടന്ന് ഇന്ന് അതിൻ്റെ ആ ഒരു രസാനുഭൂതി ലോകം മുഴുവൻ പരന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയിലൂടെ നമുക്ക് കടന്നു പോകാം. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മത്തിലെ 2ാം അധ്യായം ഗുരുവിൻ്റെ ജാതി മത ഭേദചിന്തകളെ കുറിച്ച് പറയുന്നു. അതായത് ശ്രീനാരായണ ധർമ്മത്തിലൂടെ തന്നെ അത് തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് ചർച്ചയാക്കി മിക്കവാറും കാണാറില്ല. ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങൾ മതമീമാംസ എന്ന പേരിൽ പലരും പല മതസാരവും ഏകം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ശ്രീനാരായണ ധർമ്മത്തിൽ 2ാം അധ്യായത്തിൽ ജാതി ധർമ്മ ദൈവ വിവേചനം, ഏകം മത ധർമ്മ ജാതി വിവേചനം പറയുന്നുണ്ട്. അതിനകത്ത് ഒരു വളരെ വ്യക്തമായി ഗുരു ആ കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങളും ജാതി മത ഭേദചിന്തകൾ മനുഷ്യനെ എങ്ങനെയാണ് മനുഷ്യരല്ലാതെയാക്കി മാറ്റിയത് എന്ന് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഗുരു പറഞ്ഞു വെക്കുന്നുണ്ട്. ജാതി നിർണയം എന്ന കൃതിയിൽ നിന്നാണല്ലോ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള സന്ദേശം ഉണ്ടായത്. അതുപോലെ തന്നെ ശ്രീനാരായണ ധർമ്മത്തിൽ ഗുരു തുടക്കം തന്നെ ഇങ്ങനെയാണ്: അഹോ മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും പറയാൻ ഒരുങ്ങുമ്പോൾ തന്നെ ഗുരു പറയുന്നതാണ്: അഹോ ജാതി പിശാചസ്യ ബാധയ ചിത്തഭ്രമാ കേചിത് മത്സരണോ ഭൂത്വ ഹിംസത്യന്യാനഭിഞ്ചനാഥൻ. അതായത് ജാതി പിശാച് ബാധിച്ച് മതം കൊണ്ട ജനങ്ങൾ പാവപ്പെട്ട മനുഷ്യരെ നിർദ്ദയം കൊന്നൊടുക്കുന്നു എന്ന് പറയുന്നു ഗുരു. പിന്നെ പറയാണ്, ദൈവത്തെ അന്വേഷിച്ചുള്ള ഓട്ടത്തെക്കുറിച്ച് ഗുരു പറയുന്നുണ്ട്. അതായത് ഒരു ദൈവം, ഏകമായ ദൈവത്തെ അറിയാതെ ദൈവത്തെ അന്വേഷിച്ചുള്ള ഓട്ടവും ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ
ഒരു ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം 2-ാമത്തെ അധ്യായത്തിൻ്റെ ഇടയ്ക്ക് വെക്കുന്നുണ്ട്. ഗുരു മമ വത്മ അനുവർത്തന്റെ മനുഷ്യാഹ പാർത്ഥ സർവശവ. അതായത് ഈ ലോകത്തെ സകല മനുഷ്യരും, സകല മതവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരും, ക്രൈസ്തവരാകട്ടെ, ഇസ്ലാമാകട്ടെ, ബൗദ്ധമാകട്ടെ, ഹിന്ദു ആകട്ടെ, ആരുമാകട്ടെ, എല്ലാവരും അവസാനം എന്നിലേക്കാണ് എത്തുന്നത്. എൻ്റെ മാർഗത്തിലേക്കാണ് എല്ലാവരും എത്തപ്പെടുന്നത്. അതായത് ഒരു പർവ്വതത്തിൽ നിന്ന് ഒഴുകുന്ന നദികൾ എല്ലാം ഒലിച്ചിറങ്ങുന്നത് ഒരേ ഒരു മഹാസമുദ്രത്തിലാണ്. അതുപോലെ എല്ലാ മതങ്ങളും ലക്ഷ്യമെടുക്കുന്നത് ആ പരമമായ ഈശ്വര സത്യത്തെ, അദ്വൈത സത്യത്തെ തന്നെയാണ് എന്ന് ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നു. അതുപോലെ തന്നെ ആത്മോപദേശ ശതകത്തിൽ 44 മുതൽ 49 വരെയുള്ള ശ്ലോകങ്ങൾ ഈ സർവമത സമ്മേളന കാലത്ത് നന്നായി വിചാരം ചെയ്യുകയും പഠിക്കുകയും എല്ലാവരുടെയും മനസ്സുകളിലേക്ക് എത്തുകയും ജാതിമത ഭേദചിന്തകൾ കൊണ്ടുള്ള വിവേചനം സമൂഹത്തിൽ ഇല്ലാതാക്കുവാൻ ആ ശ്ലോകങ്ങൾ ഏറ്റവും പര്യാപ്തമാണ്. ഗുരു പറയുന്നതല്ല, അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങു സദാപി ചെയ്തിടുന്നു ജഗതിയിൽ ഇമ്മതമേകം. ഗുരു പറയുന്ന ഏകമതം ആത്മസുഖത്തിൻ്റെ മതമല്ലേ, ആത്മമതമല്ലേ ഗുരു പറയുന്ന ഏകമതം. ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന സന്ദേശം നമ്മളൊക്കെ പഠിക്കാൻ ഇനി എത്ര ജന്മങ്ങൾ കഴിയേണ്ടി വരും. അതിൻ്റെ തത്വം നമ്മൾ മനസ്സിലാക്കാൻ. വെറുതെ ഒരു വാക്കുകൊണ്ട് പറഞ്ഞു പോകാവുന്നതല്ല അത്. ഇനി ഗുരുവിൻ്റെ വിഗ്രഹപ്രതിഷ്ഠകളെല്ലാം തന്നെ എന്തിനായിരുന്നു നമ്മൾ ചോദിക്കാറില്ലേ? ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞ ഗുരു എന്തിനാണ് പല ദൈവങ്ങളെ തന്നത്? എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പക്ഷെ ആരും അതിൻ്റെ ഉത്തരം വ്യക്തമായി സ്വയമേവ ചിന്തിച്ച് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നുമില്ല. ഗുരുവിൻ്റെ വിഗ്രഹപ്രതിഷ്ഠകളെല്ലാം തന്നെ ഈ അദ്വൈത സത്യത്തിലേക്ക് നമ്മെ എത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു. അരിയുപ്പുറത്തുനിന്ന് തുടങ്ങിയിട്ട് ആ യാത്ര, ആ എന്താ പറയുക, പരമത സാരത്തിൻ്റെ തത്വം ഇന്ന് കണ്ടതാണ്. ഇന്ന് ഒരു ലോകത്തിൻ്റെ തന്നെ സകല പാവക്കറയും കഴുകിക്കളയുമാറ് ലോകത്തിൻ്റെ മുന്നിൽ ധർമ്മ പതാക കണക്ക് പാറിക്കളിക്കുന്ന ഒരു വാചകമാണ് ജാതിഭേദം, മതദ്വേഷം എന്ന ഗുരുവിൻ്റെ ദർശനം. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ട്. രൂപങ്ങളെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുരു അല്ല കൊടുത്തത്. ഓരോ പ്രദേശങ്ങളിലെ ആളുകൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് അവർക്ക് രൂപങ്ങളെ കൊടുക്കുന്നുണ്ട്. ശിവനോ അല്ലെങ്കിൽ ദേവിയോ സുബ്രഹ്മണ്യനോ ഗണപതിയോ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കൊടുക്കുമ്പോഴും ഇവരെല്ലാം ഒരു ബ്രഹ്മപ്രതീകമാക്കിയാണ് ഗുരു വിഗ്രഹപ്രതിഷ്ഠകൾ എല്ലാം തന്നെ ചെയ്തിട്ടുള്ളത്. അത് കുളത്തൂർ കോലത്തുകര വെച്ചാണ് ഗുരു അത് വ്യക്തമാക്കിയിട്ടുള്ളത്. സർവാശ്രയമെങ്ങും നിറയുന്നോനഭി ഭക്തർക്ക് ഇവാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൾ. രൂപം കൊടുക്കുന്നത് ഭജിക്കാനാണ്. ഞങ്ങളുടെ നാട്ടിലും തന്നിട്ടുണ്ട് ശ്രീവല്ലഭനെ. അവിടെ ശിവന് പേരിട്ടത് ശ്രീവല്ലഭൻ എന്നാണ്. കണ്ണൂരെത്തുമ്പോൾ അത് സുന്ദരേശ്വരനാകുന്നു, തലശ്ശേരിയിലെത്തിയപ്പോൾ അത് ജഗന്നാഥനാകുന്നു, അല്ലേ? കോഴിക്കോട്ടെത്തിയപ്പോൾ ശ്രീകണ്ഠേശ്വരനാകുന്നു. അതാത് ജനങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിഗ്രഹത്തെ ഗുരു നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ഗുരുവിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠകൾ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. തൃശ്ശൂരിൽ കുറുക്കഞ്ചേരിയിലേക്ക് വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി വന്ന ഭക്തജനങ്ങളോട് ഗുരു ചോദിക്കുന്നുണ്ട്, എന്താണ് ആഗമന ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ക്ഷേത്രം പണിതു, പ്രതിഷ്ഠ വേണം. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, വിളക്ക് തൂക്കിയാൽ പോരെ? വെളിച്ചം വരട്ടെ, ഇരുട്ട് പോകണമല്ലോ, വിളക്ക് തൂക്കിയാൽ പോരെ എന്ന് ഗുരു ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, പോരെ സ്വാമി, വിഗ്രഹം തന്നെ വേണം, ഇല്ലെങ്കിൽ ആളുകൾ വരില്ല എന്നാണ്. അതായത് കലിയുഗത്തിൽ നാമസങ്കീർത്തനവും വിഗ്രഹാരാധനയിലൂടെയാണ് നമുക്ക് ഈശ്വരനിലേക്ക്, പരമ്പൊരുളിലേക്ക് എത്താൻ സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് ഗുരു വിളക്ക് അത് പരമമായ ലക്ഷ്യമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ ജ്ഞാനത്തിൻ്റെ ചിഹ്നമായ വിളക്ക് പോലെ ചോദിക്കുന്നത്. പക്ഷെ അവിടെ ഭക്തരുടെ അഭിപ്രായം അനുസരിച്ച് ഗുരു ശിവനെ കൊടുക്കുമ്പോഴും ഗുരു പറയുന്നുണ്ട്, ദൈവങ്ങൾ ആരാന്ന് പറയുന്നുണ്ട്. ശ്രീരാമനും കൃഷ്ണനും ഒക്കെ ശിവനും ഒക്കെ ഒരു കാലത്തെ മഹാന്മാരായിരുന്നു. സത്പ്രവൃത്തി കൊണ്ടും
അവരുടെ എന്താ പറയുക കായബലം കൊണ്ടുമൊക്കെ ആളുകൾ പ്രശംസിച്ച് ദൈവതുല്യരാക്കി എന്ന് ഗുരു അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ സഞ്ചരിക്കുക ഗുരുവിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠകൾ എന്തിനായിരുന്നു. നമുക്കറിയാം, അധ്യാത്മവിദ്യ പോയിട്ട് ഒരു സാധാരണ വിദ്യ പോലും പഠിക്കുവാൻ അവകാശമില്ലാതിരുന്ന ഒരു ജനവിഭാഗത്തിന് അവരുടെ മുന്നിലേക്ക് പരമമായ ഈ സത്യത്തെ പറയുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രതീകം ആവശ്യമായിരുന്നു. കാരണം വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അറിയാനാവാത്ത പരമമായ സത്യത്തെ, ആത്മസത്യത്തെ ഒരു സാധാരണ മനുഷ്യന്റെ ദർശന പരിധിയിലേക്ക് താഴ്ത്തി കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇറക്കി കൊണ്ടുവരണമെങ്കിൽ അവിടെ ഒരു പ്രതീകം ആവശ്യമാണ്. ആ പ്രതീകം എന്തുമാകട്ടെ, ദേവീ ദേവതാ സങ്കല്പങ്ങളായിക്കൊള്ളട്ടെ. ഇപ്പോൾ മുരിക്കുപുരം കാളകണ്ഠേശ്വരത്തിൽ വന്നപ്പോൾ ഗുരു അവിടെ പ്രതിഷ്ഠയുടെ സ്വഭാവം മാറിയിട്ട് സത്യം, ധർമ്മം, ദയ, ശാന്തി, സത്യമാണ് ദൈവമെന്ന് തോന്നേണമേ, ദയയാണ് ദൈവമെന്ന് തോന്നേണമേ, ശാന്തിയാണ് ദൈവമെന്ന് തോന്നേണമേ, ഇതാണ് ദൈവം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് കുറച്ചു കഴിഞ്ഞ് തൃശ്ശൂർ കാരമത്തിലെത്തുമ്പോൾ അവിടെ ഗുരു വിളക്ക് തന്നെ പ്രതിഷ്ഠിച്ചു. കർഷക തൊഴിലാളികളും, അതായത് അന്നന്നത്തെ വൃത്തിക്ക്, നിത്യവൃത്തിക്ക് പോലും കഴിവില്ലാതിരുന്ന, ജീവിക്കാൻ നിവൃത്തിയില്ലായിരുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മുന്നിലേക്ക് ഗുരു അവിടെ വിഗ്രഹം കൊടുത്തിലൊരു വിളക്ക് വെച്ചു കൊടുത്തു. ഇരുട്ട് പോട്ടെ, വെളിച്ചം വരട്ടെ. ഇനി അങ്ങനെ പോകുന്ന ഗുരുവിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠ അവസാനിക്കുന്നത് ഉള്ളിൽ ഓങ്കാരേശ്വരത്താണ്. ഓങ്കാരം പ്രതിഷ്ഠിക്കുന്നു. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, അതിനതീതമായ തുരീയാവസ്ഥയെയും കൂടിയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന ബ്രഹ്മപ്രതീകമായ ഓങ്കാരത്തെ ഗുരു വയ്ക്കുന്നു. അപ്പോൾ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളും എന്തിനു വേണ്ടിയുള്ളതായിരുന്നു? ഈ അദ്വൈത സത്യത്തെ പറയുന്നതിന് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു. അങ്ങനെ അദ്വൈത സത്യത്തെ സാക്ഷാത്കരിച്ച ഋഷീശ്വരന്മാരുടെ സ്വഭാവമാണ് അനുകമ്പയും കരുണയുമൊക്കെ. അങ്ങനെയാണ് ഗുരു അനുകമ്പാദശകം രചിക്കുന്നു, ജീവകാരുണ്യ രചന രചിക്കുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ ഗുരു പറയുന്നൊരു കാര്യം, അനുകമ്പയിലൂടെയും കരുണയിലൂടെയും പ്രകടമാകാത്ത ഈശ്വരഭക്തി നിഷ്ഫലമാണ്. ക്ഷേത്രത്തിൽ പോയി ദൈവത്തെ തൊഴുന്നവൻ തൊട്ടടുത്ത് നിൽക്കുന്നവനെ ശത്രുഭാവത്തിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവന്റെ ദൈന്യത കണ്ടില്ലെങ്കിൽ അവന്റെ ഈശ്വരഭക്തിക്ക് എന്താണ് പ്രയോജനം? ഒരു ഈശ്വരഭക്തനാണെന്ന് പറയാൻ പറ്റൂ? അനുകമ്പയിലൂടെ നമുക്ക് ഈശ്വരഭക്തിയിൽ എത്താൻ പറ്റൂ. ഈശ്വരഭക്തി സമം അരുൾ, അൻപ്, അനുകമ്പ. ഗുരു പകരം വെച്ചതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം തന്നെ ഗുരു പറഞ്ഞു വെച്ചത്, അല്ലേ? ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഗുരു പറയാണ്, കരുണാകരൻ നൽകുള്ളിൽ തിരുമൈ വിട്ടകരാത ചിന്തയും. ആ ഈശ്വര ചിന്ത എന്നിൽ നിന്ന് വിടാതിരുന്നാൽ മാത്രമേ എനിക്ക് മറ്റുള്ളവരുടെ അനുകമ്പയോടെ പെരുമാറാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? ഇതൊക്കെ ഈ ഏകമായ സത്യത്തെ ഗുരു പറയുകയാണ്. അതായത് അടിമത്വത്തിലും അസമത്വത്തിലും കഴിഞ്ഞിരുന്ന ഒരു ജനതയെ ആ പരമമായ സത്യത്തിലേക്ക്, അല്ലെങ്കിൽ ശാന്തിപൂർണമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഗുരുവിൻ്റെ ഉള്ള ദർശനം തന്നെയായിരുന്നു ഗുരുവിൻ്റെ അദ്വൈത ദർശനം. അതുപോലെ തന്നെ ഹോമമന്ത്രത്തിൻ്റെ 100ാം വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. മാഷൊക്കെ അതിൻ്റെ വിപുലമായ സംവിധാനങ്ങൾ കേരളത്തിലും അങ്ങ് കേരളത്തിന് വെളിയിലും ഒക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ കൃതികളിൽ ഏറ്റവും അവസാനം കണ്ടെത്തിയതാണ് ഹോമമന്ത്രം. ശരിക്കും അതിൻ്റെ ആ കൃതിയുടെ അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മളിതൊന്നും നമ്മുടെ കയ്യിലൊക്കെ വന്നത് വൈകിപ്പോയല്ലോ, കിട്ടാൻ വൈകിപ്പോയല്ലോ എന്ന് നമ്മൾ പശ്ചാത്തപിക്കും. കാരണം നമ്മളൊക്കെ എന്തിനാ യജ്ഞയാഗ ഹോമാദികൾ ചെയ്യുന്നത്? എന്തിനാണ്? വീട്ടിന് ഐശ്വര്യം കിട്ടാൻ, മക്കളുടെ വിവാഹം നടക്കാൻ, ജോലി കിട്ടാൻ. നമുക്ക് അതിനപ്പുറം എന്തിനാണ് യജ്ഞവും യാഗവും ഹോമവും നമുക്കറിയില്ല, അത്രേ നമുക്കറിയുള്ളൂ. പക്ഷേ വൈദികമായ യജ്ഞയാഗ ഹോമാദികളെ ജ്ഞാനയജ്ഞമാണ് എന്ന് ജ്ഞാനയജ്ഞമാക്കിക്കൊണ്ടാണ് ഗുരു ഹോമമന്ത്രം രചിച്ചത്. ആര്യസമാജ സന്യാസിമാർക്കാണ് രചിച്ചു കൊടുത്തതെങ്കിലും അതിൻ്റെ അർത്ഥം സമർപ്പണമാണ് ഭക്തി.
എപ്രകാരമാണോ വിഗ്രഹ പ്രതിഷ്ഠ അദ്വൈത സത്യത്തിലേക്ക് എത്തിക്കാനാകുന്നത്, അതുപോലെ തന്നെ യജ്ഞയാഗ ഹോമാദികളുടെയും തത്വം സമർപ്പണമാണ്. എരന്നു വാങ്ങലല്ല. നമ്മളൊക്കെ എപ്പോഴും ചെന്ന് ഈശ്വരനോട് എന്തൊക്കെയാ ഇരക്കുന്നത്, അല്ലേ? അപ്പം ഇരക്കലല്ല വേണ്ടത്, കരച്ചിലല്ല വേണ്ടത്, കരുത്താണ് വേണ്ടത്, സമർപ്പണമാണ് ഈശ്വരഭക്തി. സമർപ്പിച്ചിട്ടാണ് ചോദിക്കുന്നത്, അല്ലേ? അഹമിത്യാജ്യം ജുഹോമി, എന്നിലെ ഞാനിനെ, ആ ഞാനിൻ രാഗദ്വേഷ കലുഷിതമായ എന്നിലെ ഞാനിനെ വെണ്ണ പോലെ എത്ര മഥന പ്രക്രിയ നടന്നാലാണ് നെയ്യ് അത്രയും പരിശുദ്ധമായി മാറുന്നത്. അത്രയും മഥന പ്രക്രിയയിലൂടെ കടന്നുപോയി എൻ്റെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് അതും കൂടെ ഞാൻ സമർപ്പിക്കുന്നു. എന്നിട്ടാ ചോദിക്കുന്നത് ശ്രേയസിച്ച പ്രേയസിച്ച. ഇനി എനിക്ക് ശ്രേയസ്സാണ് എൻ്റെ ലക്ഷ്യം. ആ ശ്രേയസിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് എന്ത് വേണം? പ്രേയസ് വേണം. അതിന് മാത്രമേ നമ്മൾ ചോദിക്കാവുള്ളൂ. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിക്കുന്നത് എന്തിനാ? ധന്യതയിലേക്ക് എത്തിക്കാനാണ്, അല്ലേ? അല്ലാതെ ജനനമരണ ചൊടിയിൽ കിടന്ന് ഉഴലാനാണോ? അല്ലല്ലോ. അപ്പോൾ ഇതെല്ലാം എല്ലാതും തന്നെ വിഗ്രഹപ്രതിഷ്ഠയാകട്ടെ, യജ്ഞയാഗ ഹോമാദികളാകട്ടെ, ഇതെല്ലാം സമർപ്പണമാണ്. ഈശ്വരനിലേക്ക് സമർപ്പിക്കാനേ ഉള്ളൂ നമുക്ക് എന്നാണ് തത്വം. അതായത് ഈശ്വരന്റെ ശക്തി കൊണ്ട് ജീവിക്കുന്ന നാം ആ ശക്തിയെ ഒന്ന് ഓർമ്മിപ്പിക്കൽ തന്നെയാണ്. നമ്മൾക്ക് കിട്ടുന്ന, നമ്മൾ ജോലി ചെയ്യുന്ന പൈസയിൽ കുറച്ച് കൊണ്ടുപോയി ആ ദേവഘടമായിട്ട് ഈശ്വര സന്നിധിയിൽ വെക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ അവിടെ സമർപ്പിക്കുന്നു എന്നാണ്. അല്ലാതെ ഇതിന് പകരം എനിക്ക് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണയല്ല ഭക്തി. അതാണ് ഗുരുദർശനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ ജീവിത ദർശനം എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാഷ് എനിക്ക് പറഞ്ഞു തന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഗുരുവിനെ പഠിക്കും? ഗുരു കൃതികൾ എഴുതി തന്നതുകൊണ്ടാണോ? ഗുരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു തന്നതുകൊണ്ടാണോ? അല്ലെങ്കിൽ ഗുരു എന്താ പറയുക, ഒരു ശ്രേഷ്ഠനായ ഋഷി ആയതുകൊണ്ടാണോ? ഒന്നുമല്ല. അതിനേക്കാൾ അപ്പുറം ഗുരു ഈ ലോകത്ത് സത്യത്തെ ജീവിച്ചു കാണിച്ചു. സ്വന്തം ധർമ്മത്തെ, സ്വന്തം ദർശനത്തെ ഗുരു ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി. വാക്കും പ്രവൃത്തിയും ഒരുപോലെ ചേർത്ത് വെച്ച് കാണിച്ചു തന്നു. ആ പരമമായ ആത്മസത്യം പോലും അനുഭവിച്ച് ആനുഭൂതികമായി അറിഞ്ഞതിന് ശേഷമാണ് ഗുരു ആ അനുഭൂതിയെ നമുക്ക് പറഞ്ഞു തന്നത്. ഗുരു അനുഭവിക്കാത്തതൊന്നും നമ്മോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗുരുവിൽ നിന്നുണ്ടായതെല്ലാം തെളിമയാർന്ന് എല്ലാ മനുഷ്യ മനസ്സുകളിലേക്ക് ഇന്നും പ്രോജ്വലിക്കുകയും ഒരു പ്രാവശ്യം ഗുരുവിനെ കേട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും 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 എനിക്ക് കേൾക്കണം എന്ന് കരുതി ഇങ്ങോട്ട് വരുന്ന എന്തുകൊണ്ടാണ്? അതിൽ സത്യമുണ്ട്, അല്ലേ? ആ വാക്കുകൾ അനുഭവത്തിൻ്റെതാണ്. ഗുരു അനുഭവിച്ചത് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് സഹോദരൻ ഇപ്പം പറഞ്ഞല്ലേ, വിമലത്യാഗമേ മഹാസന്യാസമേ സമതബോധത്തിൻ പരമപാകമേ എന്ന് വിളിച്ചത് അതുകൊണ്ടാണ്. അതായത് നമ്മളുടെയൊക്കെ ജീവിതം എന്ന പ്രതിഭാസത്തെ ഒന്ന് നോക്കി കാണുകയാണെങ്കിൽ തുടക്കം എവിടെയെന്ന് നമുക്കറിയില്ല, ഒടുക്കം എവിടെയെന്ന് നമുക്കറിയില്ല, മധ്യം മാത്രം ഉള്ള സമയമാണ് നമ്മുടെ ജീവിതം. മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന വ്യക്തികൾ നാം മൃഗ അനുഭവശാലികളായ ഗുരുക്കന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നു, അല്ലേ? ഭഗവാൻ കൃഷ്ണൻ പറയുന്നു, അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്യേവ തത്രക്ക പരിദേവന. അവ്യക്തതയിൽ നിന്നുണ്ടായി അവ്യക്തതയിലേക്ക് ലയിക്കുന്നു. അല്പകാലം മാത്രമുള്ള ഈ വ്യക്തതയിൽ നീ എന്തിനാണ് വിഷമിക്കുന്നത്? അപ്പോൾ അല്പമാത്രമായ ഈ വ്യക്തതയ്ക്ക്, ഈ ജീവിതത്തിന് ഒരു സുവ്യക്തത തരികയാണ് ഗുരു ചെയ്യുന്നത്. ഗുരു ദർശനത്തിലൂടെ ഗുരു ചെയ്യുന്നത്. ഗുരുവിന്റെ ദർശനം എന്താണ്, ജീവിത ദർശനം എന്താണ് എന്ന് ചോദിച്ചാൽ ഇത്രയും നമുക്ക് പറയാനുള്ളൂ. അവനിവനെന്നും ശ്ലോകം ചൊല്ലിക്ക്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അവനെന്ന് സുഖത്തിനായി വരണം. ഇതാണ് ഗുരുവിന്റെ ജീവിത ദർശനം. അവനും ഇവനും നീയും ഞാനും എല്ലാം ഒരേ ഒരു ആത്മസ്വരൂപത്തിന്റെ ആവിഷ്കാരങ്ങളാണ് എന്ന് ഗുരു പറയും.
അല്ലേ? അതായത് സർവഭൂതവും ആത്മാവിനെയും ഒന്നിനെ. അപ്പോൾ സർവ്വതിനെയും ഈശ്വരനായി കണ്ടുകൊണ്ട് തന്നെയാണ് ഗുരു ഇവിടെ സഞ്ചരിച്ചത്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞു കൃമികീടം മുതൽ കല്ലിനകത്ത് കുടിവാഴുന്ന അല്പജന്തു മുതൽ അല്ലിക്കുടത്തിൽ അമരുന്ന അമരേന്ദ്രനെ വരെ ഒരൊറ്റ സത്തയുടെ ഭാവമായിട്ടാണ് ഗുരു കണ്ടത്. അതായത് ഗുരു തൻ്റെ മുക്തിയും, ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? കുടുംബമൊക്കെ നോക്കി മക്കളെയൊക്കെ ഒരു ഭാഗത്തിലേക്ക് എത്തിയവരാണ് ഭൂരിഭാഗം ഇവിടെയൊക്കെ ഇരിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും കുറച്ച് ആധ്യാത്മികത കേട്ട് കളയാം, നേരം പോക്കിന്, അങ്ങനെയൊക്കെയാണോ? അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും പേര് ആധ്യാത്മികതയിലേക്ക് വരുന്നവൻ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ അതല്ല. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം തുടങ്ങുമ്പോൾ മുതൽ അവൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടതാണ്, അല്ലേ? അപ്പോൾ ഒരു മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ എന്താ? ഈശ്വര സാക്ഷാത്കാരമാണ്. അപ്പോൾ ഗുരു കണ്ടത് തൻ്റെ മുക്തിയും സമൂഹത്തിന്റെ മുക്തിയും ഒന്നായിട്ടാണ്. താൻ മാത്രം ഇവിടെ മോചിതനായാൽ പോലെ തൻ്റെ മുക്തിയോടൊപ്പം സമൂഹത്തിന്റെ മുക്തിയെയും കൂടി ഗുരു ചേർത്ത് വെച്ചു. അതാണ് ഗുരുവിന്റെ ദർശനം. അതായത് സമൂഹത്തിൽ നിലനിന്ന അസമത്വങ്ങളും അനാചാരങ്ങളും അസ്വാതന്ത്ര്യങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നതോടൊപ്പം തന്നെ സമൂഹം അനുഭവിക്കുന്ന ആ പീഡനത്തെ ആത്മപീഡനമായി കണ്ടിട്ട് ആത്മനിഷ്ഠമായ ഒരു പരിഹാരമാണ് ഗുരു അവിടെ നിർദ്ദേശിച്ചത്. ഇത് ഗുരുവിന്റെ ജീവിതത്തിലുടനീളം നമുക്ക് കാണാം. എന്താണ് ആ ആത്മനിഷ്ഠമായ പരിഹാരം? അതാണ് ഗുരുവിന്റെ കൃതികൾ, ഗുരുവിന്റെ ക്ഷേത്രപ്രതിഷ്ഠകൾ, ഗുരുവിന്റെ മൊഴിമുത്തുകൾ എല്ലാം, അല്ലേ? ജീവകാരുണ്യ പഞ്ചകവും അനുകമ്പാദശകവും ആത്മോപദേശ ശതകവും ഇതൊക്കെ ആ അനുകമ്പയിൽ നിന്നുള്ളൊരുകി ഊറി വന്നതല്ലേ? ഗുരുവിന്റെ സ്വത്വത്തിൽ നിന്ന് ഊറി വന്നതാ, മാനസിക തലത്തിൽ നിന്ന് വന്നതല്ല. അനുഭവത്തിൽ നിന്ന് വന്ന അനുഭൂതിയാണ് ഗുരുക്കളെല്ലാം തന്നെ. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം, പരനു പരം പരിതാപമേകിടുന്നു, എരിനരകാബ്ദിയിൽ വീണെരിഞ്ഞിടുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാ? തന്നിൽ നിന്ന് ഭിന്നമല്ലാതെ സകലതിനെയും കണ്ടതുകൊണ്ടാണ് ഗുരു അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്ന ഒരു ഗുരുവിനെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദർശനം തന്ന ഗുരുവിനെ പഠിക്കാൻ ഭാഗ്യം സിദ്ധിച്ചവര് ഈ ലോകത്ത് എത്രയോ പുണ്യശാലികളാണ് എന്ന് ഓർത്തുപോവുകയാണ്. ഗുരു പറഞ്ഞില്ലേ, പ്രിയത്തിന് ഒരു സ്വഭാവമേ ഉള്ളൂ. ഗുരു നിത്യ ചൈതന്യയുടെ നാരായണ ഗുരുവിൻ്റെ ആത്മസാക്ഷാത്കാരത്തിൻ്റെ പ്രമാണം എന്നൊരു ഗ്രന്ഥത്തിൽ അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാചകമായിരുന്നു. അതായത് ഗുരുവിന്റെ ആത്മോപദേശ ചർക്കത്തിലെ 22ാമത്തെ ശ്ലോകം 1980 ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ നൈതിക സമ്മേളനത്തിൽ നൈതികതയുടെ നയമായി അവർ തിരഞ്ഞെടുത്ത ശ്ലോകമാണ് ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ ശ്ലോകം. അതായത് ഒരു നാട്ടിനെ ഭരിക്കുന്ന നിയമസംഹിത നയം എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നയമാണ് വേണ്ടത്. ആ നയം എന്താണ് എന്ന ചർച്ചയിൽ ഇന്ന് ഈ മലയാളക്കരയിൽ ഈ ഒരു കോർണറിൽ എന്താ പറയുക, കേരളത്തിൻ്റെ ഇങ്ങേ അറ്റത്ത് ആ കൊച്ചു ഗ്രാമത്തിൽ ഉദയം ചെയ്ത മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ 22ാമത്തെ ശ്ലോകം ഡെൻമാർക്കിലെ ജനങ്ങൾ അവരുടെ നൈതികതയുടെ നയമായി തിരഞ്ഞെടുത്തു, അല്ലേ? പ്രിയമപരന്റെ അതിൽ പ്രിയം, സ്വകീയ പ്രിയം അപരപ്രിയമിപ്രകാരമാകും, നയമതിനാലെ നരന്നു നന്മ നൽകും പ്രിയ അപരപ്രിയ ഹേതുവായി വരേണം. എൻ്റെ ഇഷ്ടത്തിന് മാത്രം പ്രിയം കൊടുത്ത് ജീവിക്കുന്ന ഞാൻ ചിലപ്പോൾ ആ കൂടെ ഞാനും എൻ്റെ കുടുംബവും എൻ്റെ സമുദായവും അല്ലെങ്കിൽ എൻ്റെ രാജ്യവും ഉണ്ടാവും, അല്ലേ? കൊച്ചു 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 പ്രിയങ്ങൾ കൂട്ടിക്കൂട്ടി വെക്കുന്ന നാം ആ പ്രിയത്തിലേക്ക് മറ്റൊന്നിനെ, നമുക്ക് പ്രിയമല്ലാത്ത മറ്റൊന്നിനെ ചേർത്ത് വെക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഗുരു പറയാണ്, ആത്മപ്രിയതയാണ് ഇവിടെ ഒരു പ്രിയമേ ഉള്ളൂ, അത് ആത്മപ്രിയതയാണ്. അതാണ് ഇവിടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഒരു കുഞ്ഞുറുമ്പ് പോലും ഇഴഞ്ഞു നീങ്ങുന്നത് അതിൻ്റെ സുഖം തേടിയിട്ടാണ്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യമായ ആ ഒരു പ്രിയതയെ സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു നയമായി മാറുമെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരികയാണ്. അതായത് ഗുരു അനുഭവിച്ച ഉൾക്കാഴ്ചയുണ്ടല്ലോ, ആ ഉൾക്കാഴ്ചയെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു 10,000 ആതിഥേയർ ഒന്നായി വരുന്നതുപോലെ, ഒരു കോടി നിവാകരത്തുയരുന്നത് പോലെ എന്നൊക്കെയാണ് ഗുരു അനുഭവിച്ച ആ ആനുഭൂതികതയെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഗുരു അനുഭവിച്ച ആ ഉൾക്കാഴ്ചയും അതിൽ നിന്നുണ്ടായ ആ നിർവൃതിയും ആത്മാനുഭൂതിയും ഉറങ്ങിക്കിടക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെയും കൂടി ഉണർവാകണം